ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ ഒരു മോഡൽ എയർലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യോക്കിൽ ഇതുപോലൊരു ഡിസൈൻ വരുന്നത്. അതിനുവേണ്ടി ഞാനൊരു 3 മീറ്റർ ഫാബ്രിക്സ് ആണ് എടുത്തിരിക്കുന്നത്. 3 മീറ്റർ തുണിയെങ്കിലും വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഫസ്റ്റ് ഒന്ന് 4 ഫോൾഡ് ആക്കിയിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. ചീത്ത സൈഡാണ് ഒന്ന് മടക്കി വെക്കേണ്ടത്. ഇതുപോലെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് 4 ഫോൾഡ് ആക്കിയിട്ട്. ഇനി നമുക്കൊന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ കിട്ടുന്നത് ആ ഷോൾഡർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കിവിടെ 6.5 ഷോൾഡർ, ഞാൻ 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് താഴത്തേക്കും ഞാൻ ഇത് തന്നെ സെയിം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെസ്റ്റിന് എത്ര ലൂസ് കൊടുക്കണം, വേസ്റ്റിന്, ഹിപ്സിനൊക്കെ എത്ര ലൂസ് കൊടുക്കണമെന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചുരിദാർ കട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റിൽ എത്ര ലൂസ് കൊടുക്കണമെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് കിട്ടണത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ 9.4 ചെസ്റ്റ്, 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കൈക്കുഴി വരക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഹാഫ് 6.5 ആണെങ്കിൽ 6.5യുടെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഹാഫ് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കേവാക്കി വരച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിനി വേസ്റ്റ് മാർക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ നിന്നൊരു 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേസ്റ്റ് റൗണ്ട് കിട്ടുന്നത് ആ വേസ്റ്റ് റൗണ്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനെ കൂടി ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കരുത്, ഇതുപോലെ ഒന്ന് ചരിച്ചൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ലെങ്ത്ത് മാർക്ക് ചെയ്യാനാണ് കേട്ടോ. ഇതുപോലെ വെച്ച് ടേപ്പ് ഇതുപോലെ വെച്ച് ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. വരച്ചു കൊടുത്തിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ചെങ്കിലും മേളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ തൂങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് ലൈൻ വരച്ചില്ലേ അവിടെ നിന്ന് ഇതുപോലെ നമുക്ക് എന്തോരം ലെങ്ത്ത് വേണ്ടതുകൊണ്ട് ചരിച്ച് വരച്ചില്ല അവിടം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്കിനി കൈ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന് കൈക്കുഴി വരച്ചു കൊടുക്കാനായിട്ടൊരു മെഷർമെൻറ്റ് വേണം. ഇതുപോലെ ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത ഇടം വരെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. എനിക്കിവിടെ 7.4 കിട്ടിയത്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ അവിടെയും സെൻറ്ററിൻ്റെ അവിടെയും ഒന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ നോട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളൊരു പീസ് ബാക്ക് പീസ് എടുത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അണ്ട് ഫ്രണ്ട് പോർഷൻ എടുക്കുക, ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. അണ്ടൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കൈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഈ ബാലൻസ് പോർഷനാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ കൈ ലെങ്ത് എത്രയാണോ അതിനെ കൂടി ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അടിയിൽ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കൈ ലെങ്ത്തിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുക. ഞാൻ 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ തയ്യൽത്തും കൂടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ മറച്ച് വെച്ചിട്ട് വേണം ഒരു 3.25 മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്നൊരു മെഷർമെൻറ്റ് എടുത്തില്ലേ 7.4, ആ 7.4 ഇവിടെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് 1.5 ഇഞ്ചും കൂടി തയ്യൽത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആർച്ച് രൂപത്തിലൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കൈ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും കൂടിയും കുറഞ്ഞൊക്കെ പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് മെഷർമെൻറ്റ് എടുത്ത് ചെയ്തത്. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ടിൽ ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കൈക്കും കുഴിച്ച് വെട്ടുക. ഒന്നില്ലെങ്കിൽ ചീത്തവശം ചേർത്ത് വെക്കുക, ഒന്നില്ലെങ്കിൽ നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഫ്രണ്ട് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിടുക കേട്ടോ. നമുക്ക് മാറിപ്പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാറ്റി വെക്കുക. നമ്മളൊരു യോക്ക് പോർഷൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലൊരു യോക്ക് പോർഷൻ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ
ചെയ്തെടുത്തേക്കുന്നത്. അത് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ബാലൻസ് പോർഷൻ എടുക്കുക, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നിങ്ങളുടെ കഴുത്ത് വീതി എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ 2 പീസായിട്ട് ഫോൾഡഡ് സൈഡല്ല, രണ്ടും ഓപ്പൺ സൈഡാണ്. നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ സെൻറ്ററിലൊക്കെ ആയിട്ട് ഒരു ബോൾസൊക്കെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു 13 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കാം. നിങ്ങൾക്ക് 13 12 11 എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ 13 ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ മേളിൽ ജോയിൻ്റൊക്കെ ചെയ്ത് അടിയിൽ പൈപ്പിംഗ് പോയി ചെയ്യുമ്പോഴത്തേക്കും 1 ഇഞ്ച് അങ്ങനെ പോയിക്കോളും. 12 ഇഞ്ചിൽ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണ് ഇവിടെ ബോഡി പാർട്ടിൽ വെക്കേണ്ടത് അത്ര ആ മെഷർമെൻറ്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അണ്ടൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതുപോലെ ഒന്നൊരു ജസ്റ്റ് ഒരു കർവ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കട്ടെ, ഒരു റൗണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. നെക്ക് എന്തോരം വേണമെന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്യണം. അത് അവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ ബോൾസ് ഇതുപോലെ അതിൻ്റെ അടി വരെയും വെക്കണത് കേട്ടോ. അതൊന്ന് ഫസ്റ്റ് നമ്മളൊന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് 5 ആണെങ്കിൽ 5, 5 ആണെങ്കിൽ 5, എത്രയാണെന്ന് തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 5.5 കേട്ടോ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഞാൻ സ്റ്റിഫിലാണ് നെക്ക് വെക്കുന്നത്. ഞാനിപ്പോൾ കറക്റ്റ് നോർമലായിട്ട് എനിക്ക് 5 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടി ഇട്ടിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകാനായിട്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ബോൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ മാർക്ക് ചെയ്തത്. അല്ലാണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണില്ല നെക്ക്. ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ബാലൻസ് വേണം. നമുക്ക് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വലിയ ഒരു സ്ക്വയറായിട്ടും പിന്നെ ഒരു കുഞ്ഞു സ്ക്വയറായിട്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ വെക്കണ ബോൾസ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ എക്സ്ട്രാ ഒരു കുഞ്ഞു പീസും ഇതുപോലെ ഒന്ന് സ്ക്വയർ കുഞ്ഞിതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെറൂൺ കളറിലൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ. ഞാൻ പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പൈപ്പിംഗ് ത്രെഡ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ കടയിൽ. ഇതുപോലെ ഇതാണ് ത്രെഡ്, പൈപ്പിംഗ് ത്രെഡ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വേറൊരു പാർട്ടായിട്ടും ഈ യോക്കിനെ ഡിസൈൻ ചെയ്യണതും വേറൊരു പാർട്ടായിട്ടാണ് കൂടി ഇടണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.